ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. മാതാപിതാക്കന്മാർ ചോദിക്കുന്നത് എന്ത് പറ്റി? കുട്ടി സ്കൂളിൽ നിന്നാണ് വീട്ടിലേക്ക് വന്നത്. കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പപ്പ മമ്മി എന്നെ എൻ്റെ അധ്യാപകൻ അടിച്ചു. അപ്പോൾ കുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് ഉണ്ടായ വിഷമവും ദേഷ്യവും കാരണം ഉടനെ തന്നെ ഈ കുട്ടിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. വിഴിഞ്ഞം പോലീസ് ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് എടുക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ ടോക്കിന് അതിൻ്റെ പശ്ചാത്തലമെന്നുള്ളത്. ക്രൈം നമ്പർ 7868/2025 എന്നുള്ള ആ ഒരു ഇതിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് മുന്നോട്ട് പോയി ഒടുവിൽ അവസാനം ഈ അധ്യാപകൻ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് കുട്ടിയെ ശിക്ഷിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും കോടതി വിധി വന്നു, ഈ കേസ് നിലനിൽക്കുകയില്ല. അതിൻ്റെ കാരണം പറഞ്ഞ് കോടതി അധ്യാപകന് ആശ്വാസകരമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. കൂടെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാരകമായ ആയുധങ്ങളോ ഉപയോഗിച്ചല്ല അധ്യാപകൻ ഈ കുട്ടിയെ ശിക്ഷിച്ചതെന്നും അതുകൊണ്ട് ചൂരൽ ഉപയോഗിച്ച് ചെറിയ തോതിൽ കുട്ടിയുടെ നന്മയ്ക്കായിട്ട് സതുദ്ദേശത്തിന് വേണ്ടി ശിക്ഷിച്ചുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കോടതി റദ്ദാക്കുന്നത്. അത് കേട്ട അധ്യാപകർക്ക് ഒരു ആശ്വാസമായി. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാർക്ക് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇത് കുട്ടികളെ കൂടുതൽ ശിക്ഷിക്കാനായിട്ട് കാരണമായി തീരുന്ന ഒരു വിധിയാണോ? വ്യത്യസ്ത മേഖലകളിലുള്ളവരെയാണ് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ നേരിട്ട് തന്നെ പോയി കണ്ട് അവരുടെ ആശയങ്ങൾ കളക്ട് ചെയ്യുകയാണ്. വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംവാദിക്കുന്നത് അധ്യാപകരാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതി വിധിയോടുള്ള ബന്ധത്തിൽ ഒരു അധ്യാപകനെ ഞാൻ സമീപിക്കുന്നുണ്ട്. അധ്യാപകൻ്റെ ആശയങ്ങൾ നമുക്ക് കേൾക്കാം. മാത്രമല്ല ഈ അധ്യാപകരെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഇന്നത്തെ ജെൻസി വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പഠിപ്പിക്കണമെന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന BEd കോളേജിലെ ഒരു പ്രിൻസിപ്പളിനെയും ഞാൻ സമീപിക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പളിനെയും നമ്മൾ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ മേധാവിയായി ഈ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു IAS ഓഫീസറുണ്ട്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെയും ആശയങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിയമപരമായിട്ട് പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ എന്താണ്, അധ്യാപകരെന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും വിദ്യാർത്ഥികളും എന്ത് ശ്രദ്ധിക്കണം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നുവെന്ന് തീർച്ചയായിട്ടും നാം അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് മേധാവി മേഖലയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഒരു വ്യക്തിയായ ഓഫീസറിനെ അദ്ദേഹത്തെ നാം നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ ആശയവും നാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരാളുണ്ട്, ഒരു വിഭാഗമുണ്ട്, അതായത് മാതാപിതാക്കന്മാർ. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വന്ന് പറയുന്നത് മാതാപിതാക്കന്മാരിലോട്ടാണല്ലോ. അതുകൊണ്ട് ഒരു മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒരു പാരൻസിനെ ഞാൻ നേരിട്ട് കണ്ട് അവരിൽ നിന്നും ആശയങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ളവരുടെ ആശയങ്ങൾ നമുക്ക് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാം. ഞാൻ ബെൻസിക് മിറാൻഡ, ഫാമിലി കൗൺസിലർ, സൈക്കോ തെറാപ്പിസ്റ്റ്. മാമിന് ഏതാണ്ട് 16 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന BEd കോളേജിലെ പ്രിൻസിപ്പൾ കൂടെയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബിനി CL. മാം, വെൽക്കം. ഈ കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധി, ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് BNS സെക്ഷൻ 528 ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിധി, അതായത് കുട്ടികളെ ചൂരലുകൊണ്ട് ശിക്ഷിക്കുന്ന ആ ഒരു വിധി, അത് മിതമായ രീതിയിൽ ശിക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊരു ആശയം അതിനകത്തുണ്ട്. അത് അങ്ങനെ ഒരു അർത്ഥമാക്കുന്നുണ്ടോ? അത് ഇല്ല സാർ, അത് മിതമായ ഒരു ശിക്ഷണം എന്നുള്ള ഒരു ഇത് അതിനകത്ത് വരുന്നതിനോട് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പഠന രീതി അനുസരിച്ച് നോക്കുമ്പോൾ ശിക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ മറ്റ് രീതികളെല്ലാം മാനസികവും ശാരീരികമായിട്ടുള്ള കഴിവുകേടുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പരിശീലനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ശിക്ഷണം എന്ന് പറയുമ്പോൾ അധ്യാപകനും പലതരത്തിലുണ്ട്, വിദ്യാർത്ഥികളും പലതരത്തിലുള്ള നിലവാരത്തിലുള്ളവരാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസുകളുള്ളവരാണ് എല്ലാവരും, മനുഷ്യരെല്ലാവരും തന്നെ. അപ്പോൾ ഈ ബോധപൂർവം ആയോ കരുതി കൂട്ടിയോ ദുരുദ്ദേശപരമായോ ഉള്ള രീതിയിൽ ഈ കായിക ശിക്ഷണം നൽകാൻ പാടില്ല, അല്ലേ?
അപ്പോൾ അതിനെ അങ്ങനെ ഉള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള രീതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കരുതിക്കൂട്ടിയോ അല്ലെ ബോധപൂർവമോ അല്ലെങ്കിൽ മുന്നിലുണ്ടായ അധ്യാപകനുള്ള വൈരാഗ്യ ബുദ്ധിയോ അതൊക്കെ വച്ചുകൊണ്ട് കുട്ടിയെ ശിക്ഷിക്കുന്നത് തെറ്റാണ്. അതല്ലാതെ കുട്ടിയെ നല്ല രീതിയിൽ നടത്തണം, അല്ലെ നല്ല മാർഗത്തിൽ ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു സദുദ്ദേശത്തോട് കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലും പിന്നെ നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നതോ അത് നമ്മൾ പാരൻസും അധ്യാപകരും അത് ഫോളോ ചെയ്ത് കുട്ടികളുടെ മുമ്പേ കാണിച്ചു കൊടുക്കണം. അരുതെന്ന് പറഞ്ഞ് കുട്ടികളെ ഡൗൺ ആക്കിക്കൊണ്ട് വരുന്നതിന് പകരം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അവരിൽ ഉണ്ടാകുമ്പോൾ അത് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ആ ഒരു ബോധവൽക്കരണത്തോടു കൂടി കുട്ടികളെ ശിക്ഷിച്ചാൽ കുഴപ്പമില്ല. അത് ശിക്ഷ എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടിയുള്ള ശിക്ഷണം. ഇപ്പം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും എത്ര ശിക്ഷിച്ചാലും നമുക്ക് അതിലൊരു പരാതി വരത്തില്ല. പക്ഷെ പുറത്തുള്ള ഒരു അധ്യാപകൻ ശിക്ഷിക്കുമ്പോൾ അതിലൊരു പരാതി അവരിത് കണ്ടെത്തിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വീടുകളിൽ നോക്കിയാലും 1-2 കുട്ടികളുള്ള വീടുകളാണ്. അപ്പോൾ അവിടെ തന്നെയും ശിക്ഷണം കൂടുതലായിട്ട് കൊടുത്തു കാണുന്നില്ല. വീട്ടുകാരും ഒരു ശിക്ഷണമോ ഒരു ശാസനയോ ഒന്നും കാണിച്ച് കൊടുക്കുന്നില്ല. ഒരു കുട്ടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് കൂടുതൽ ഇങ്ങനെ അവർ പറയുന്നതെല്ലാം എല്ലാ ചോയ്സുകളെയും അംഗീകരിച്ചുകൊണ്ട് അവർ വളർത്തുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുറത്ത് വരുമ്പോൾ ഒരു അധ്യാപകന്റെ അടുത്ത് വരുമ്പോൾ അധ്യാപകന് കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, വെറും റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള അധ്യാപകനല്ലല്ലോ. അധ്യാപകൻ പണ്ടത്തെ അധ്യാപകനിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെ, കൈത്താങ്ങുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ നിന്നുകൊണ്ട് അവനെ ബിൽറ്റപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിയെ ഇനി ചെയ്തത് ഇന്ന തെറ്റ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ വിശദീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് പറയാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുട്ടിയെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു ശിക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തിട്ട് നിനക്ക് ഞാൻ ഈ ശിക്ഷ തന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ 1-2 പ്രാവശ്യം കുട്ടിയുടെ അടുത്ത് പറയണം ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. വീണ്ടും ആവർത്തിച്ചാൽ ഒരു ചെറിയ ശാരീരികമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇത് എന്താണോ നമ്മൾ ചെയ്യരുതെന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അധ്യാപകരും അത് കുട്ടിയുടെ മുമ്പിൽ ചെയ്തു കാണിക്കരുത്. ഒരു റോൾ മോഡലായിട്ട് മാറണം, ഒരു മാതൃകയുള്ളവരായിട്ട് മാറിയാൽ കുഴപ്പമില്ല. മാം, ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സ്കൂളിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ മോട്ടിവേഷണൽ ക്ലാസ്സും അതുപോലെ തന്നെ അധ്യാപകരെങ്ങനെ കുട്ടികളോട് പെരുമാറണം എന്നുള്ള വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അധ്യാപിക എന്നോട് വന്ന് പറഞ്ഞത്, സാറേ, ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടി മൂഡ് ഔട്ടായിട്ടിരുന്നാൽ നമുക്കാണ് പേടി. കാരണം ഈ കുട്ടി രാത്രി വീട്ടിൽ പോകുമ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറയും. അപ്പോൾ കുട്ടികളെ ഒന്ന് തുറിച്ചു നോക്കാൻ പോലും പേടിക്കുന്ന അധ്യാപകർ എന്നുള്ള രീതിയിൽ അധ്യാപകർ ഭയങ്കര സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്ന് എനിക്ക് ആ ടീച്ചറിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു ചോദ്യം എന്നുള്ളത്, നമ്മുടെ കോളേജിൽ നിന്നും അധ്യാപക പരിശീലനത്തിനായിട്ട് മറ്റു സ്കൂളുകളിലേക്ക് പോകുന്ന നമ്മുടെ അധ്യാപകരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ ഭയങ്കര, ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ ഭയങ്കര വികൃതിയാണ്, ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അങ്ങനെ ഒരു കമൻറ്റ് കേൾക്കാറുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണോ, അതോ എങ്ങനെയായിരിക്കും അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഇല്ല സാർ, ഈ പറയുന്നതിൽ നിന്ന് തികച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അനുഭവിക്കാനായിട്ട്, എനിക്ക് അവരിൽ നിന്ന് അനുഭവപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ കോളേജിൽ നിന്ന് കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാറുള്ള സന്ദർഭങ്ങളിൽ അപ്പോൾ അവർ വന്ന് ഇങ്ങനെ എന്നോട് അനുഭവം ഷെയർ ചെയ്യുന്ന കുട്ടികൾ നല്ല ഇതാണ് ടീച്ചറെ, നല്ല കുട്ടികളാണ്, നമ്മൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്, പ്രത്യേകിച്ച് അവിടെയുള്ള അധ്യാപകർ എന്നും കാണുന്ന അധ്യാപകരാണ്. ഇവരൊരു 5 മാസത്തെ പ്രാക്ടീസിന് പോകുമ്പോൾ യങ്ങായിട്ടുള്ള വിദ്യാർത്ഥികളാണ്, കുട്ടികളുമായിട്ട് കൂടുതലും ഫ്രീ ആയിട്ട് ഒരു ചേച്ചിയെ പോലെയൊക്കെയും ഇടപെടുന്നു. അപ്പോൾ പഠിക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫ്രീ ആയിട്ട് അവരുമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് പറയാനും എന്ത് വേണമെങ്കിലും ഈ അധ്യാപക വിദ്യാർത്ഥിയുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ പഠന നിലവാരവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചില വിദ്യാർത്ഥികൾ
പ്രോബ്ലം ഉള്ളവരായിട്ട് പറയുന്നുണ്ട്. അപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളും നമ്മുടെ പാഠ്യപദ്ധതിയിൽ പിന്നെ ബി എഡ് കരിക്കുലത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പോയാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന രീതിയും കൂടെ ഇതിൽ ചെയ്ത് കൂടുതലായിട്ട് ഇന്നത്തെ രീതി അനുസരിച്ച് ഇന്നത്തെ നിലവാരം അനുസരിച്ചുള്ള ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ് അല്ലേ, അപ്പം ഇന്നത്തെ രീതി അനുസരിച്ച് കുട്ടികളെ എങ്ങനെ ഉപദേശിച്ചോ അല്ലെങ്കിൽ നല്ല രീതിയിലാക്കണോ എന്നുള്ള ഒരു ഇതുകൂടെ കരിക്കുലത്തിനകത്ത് ചേർത്ത് പോയാൽ അത് നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പം ചില കുട്ടികൾ പിന്നെ ഭയങ്കര ഓവറായിട്ട് ഇതായിട്ടുള്ള കുട്ടികളുണ്ടാവും. അത് ഫാമിലിയിലുള്ള ഒരു ഇതും കൂടെയാണ്. അപ്പം നല്ല പാരൻറ്റിങ്ങും നല്ല ടീച്ചിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ ആയി മാറും. പിന്നെ പാരൻറ്റിങ് എന്ന് പറയുമ്പോഴും എല്ലാവരും ബെസ്റ്റ് നല്ല ഒരു പാരൻ്റ് ആവണം അല്ലെങ്കിൽ നല്ലൊരു അധ്യാപിക ആകണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാത്തിനും അരുത് നെഗറ്റീവ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ കുട്ടിക്കാലത്തെ തന്നെ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സും ആ ഒരു നെഗറ്റീവ് ഇമേജും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ശിക്ഷണം നല്ലതാണ്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു ചെറിയ ഒരു ശിക്ഷണമൊക്കെ കൊടുക്കാം പാരൻസിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ വരുമ്പോഴും അങ്ങനെ ചെറിയൊരു ശിക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിട്ട് മാറും. പിന്നെ പ്രത്യേകിച്ച് കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ സെൽഫ് ഡിസിപ്ലിൻ അത് ഉണ്ടാകണം എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കണം. അതും ഈ അധ്യാപനത്തിന്റെ ഒരു ഭാഗം. ലേറ്റായിട്ട് വരുന്ന ഒരു കുട്ടി അത് എന്നെ പ്രിൻസിപ്പൽ എന്നെ വഴക്ക് പറയും അല്ല അടിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെ അല്ല. അത് ഞാൻ നേരത്തെ വരുന്നത് എൻ്റെ ആവശ്യമാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സീറ്റ് ബെൽറ്റ് ഇടുക, പിന്നെ ഹെൽമെറ്റ് വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ള റൂൾ വരുമ്പോൾ നമ്മൾ ഗവൺമെന്റിനെ പേടിച്ച് അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ സ്വന്തം സേഫ്റ്റി ആണെന്നുള്ള ഒരു ഇത്. പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നാലും ചില ജോലികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അമ്മ അടിക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യണം അങ്ങനെ ഉള്ളതല്ല. അതൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു അവയർനെസ് നമ്മൾ വീട്ടിലും പിന്നെ സ്കൂളുകളിലും ഒക്കെ കൊടുത്തു പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മാതൃസ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ പിതൃസ്നേഹത്തോടു കൂടിയുള്ള ഒരു ശിക്ഷണം അവർ മനസ്സിലാക്കും അതെന്തിനു വേണ്ടിയാണെന്നുള്ളത്. അത് എല്ലാ കുട്ടികൾക്കും അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ശിക്ഷണം ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അച്ചടക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ ബൈബിളിലും ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അത് വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. അതുപോലെ തന്നെ ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അപ്പൊ ആ ഒരു ഫീല് കുട്ടിക്ക് ഉണ്ടാകണം. നമ്മളാരും പേരൻസ് ചാവാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശിക്ഷിക്കാറില്ലല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ അധ്യാപകരും പിന്നെ കുട്ടികളെ ശിക്ഷിക്കുന്നത് അവൻ്റെ ഉയർച്ചയ്ക്ക് അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആകണമെന്നുള്ളൊരു ബോധ്യം കുട്ടിക്കും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഈ അധ്യാപകർ മുൻപിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ തന്നെ കണ്ട് അവരുടെ സ്വഭാവ രൂപീകരണം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും അത് അധ്യാപകന്റെ ഒരു കടമയാണ്. അതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാ അധ്യാപകരും നല്ല മനസ്സോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ശിക്ഷണം മറ്റ് ഉപദേശവും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുന്നത്. പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ 1-2 പേര് ഡീവിയൻ്റ് ആയി പോവാം. അധ്യാപകരുടെ ഇടയിലായിരുന്നാലും ശരി, കുട്ടികളുടെ ഇടയിലായിരുന്നാലും ശരി. ഇവിടെ സെൽഫ് ഡിസിപ്ലിൻ അത് നമ്മൾ അധ്യാപനത്തിൻ്റെ കൂടെ അധ്യാപകർ കുട്ടികളെ പരിശീലിപ്പിക്കണം. മാതാപിതാക്കന്മാരും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പിന്നാലെ ഇങ്ങനെ വടിയും കൊണ്ട് നടന്ന് അങ്ങനെ ഒരു ആശയത്തിലോട്ട് പോകാതെ മാതാപിതാക്കന്മാരും അധ്യാപകരും ആ നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കട്ടെ. എന്തായാലും വളരെ മനോഹരമായ ആശയങ്ങളാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബിനി മാം പങ്കുവച്ചത്. എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹം കാരണം കുട്ടികൾ നമ്മളെന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും അയ്യോ എൻ്റെ ടീച്ചറിന് എൻ്റെ അടുത്ത് സ്നേഹം കുറഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ച് അത് ഇപ്പം അവരുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് വീടാണ്. അടുത്ത് അവരുടെ സെക്കൻഡ് വീടെന്ന് പറയുന്നത് സ്കൂളാണ്. അതെ
തീർച്ചയായും. അപ്പോൾ അവിടെ അവർ അതങ്ങനെ മനസ്സിലാക്കി പോയാലും അപ്പം പാരൻസും ടീച്ചേഴ്സും അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കി ഒന്ന് ശിക്ഷിച്ചാലോ പിന്നെ പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് പറയാത്ത എത്രയോ കാര്യങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, വിശ്വസ്തരായിട്ടുള്ള അധ്യാപകരുടെ അടുത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ പകൽ സമയം ഫുള്ളും ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം, എന്ന് ചെറിയായിട്ട് സ്ട്രിക്റ്റ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും ഡിപ്പെൻഡായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഈ സൊസൈറ്റിയിൽ കാണുന്ന ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക, പെട്ടെന്ന് ഒളിച്ചോടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പം ടീച്ചറും പിന്നെ പാരൻസിനും ഇത് തുല്യ പ്രാധാന്യമാണുള്ളത് ഇതിൽ. അപ്പം രണ്ടുപേരും ഒരുപോലെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നയിച്ച് അങ്ങനെ പോയാൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ആശയം ആണ് പങ്കുവയ്ക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ബിനി മാം നമ്മോട് ഒത്തുണ്ടായിരുന്നത്. നല്ല ആശയങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കന്മാർക്കും ഈ ആശയങ്ങൾ കോടതി നൽകിയ ഈ വിധിയോടൊത്ത് ഗുണകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു മാമാണ് ഇന്ന് നമ്മോടൊത്ത് സമയം ചിലവഴിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി സമയം നൽകിയതിന് വളരെ നന്ദി. താങ്ക് യു. ഈ ചർച്ചയിൽ നമ്മോടൊത്ത് ഇന്നായിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ 5 വർഷം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് IAS സാറാണ്. കോളേജിലെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് സാറ് ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ മാതാപിതാക്കന്മാർ അധ്യാപകരെ കണ്ടിട്ട് പറയും, പയ്യനെ ഒന്ന് ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഒരു അടിയൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയിലും അതിന് സമാനമായൊരു ആശയം ഉള്ളതായിട്ട് മനസ്സിലായി, ഇംപ്ലൈഡ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രായോഗികമാകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു മൗനാനുവാദം അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രായോഗികമാകും? ശരിയാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണത്. ഹൈക്കോടതി ഉത്തരവ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു ഇംപ്ലൈഡ് കൺസെൻറ്റ് അല്ലെങ്കിൽ ഒരു മൗനാനുവാദം എൻ്റെ കുഞ്ഞിനെ എങ്ങനെയും ശരിയാക്കിയെടുക്കണം. പഠനത്തിൽ മാത്രമല്ല, അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലും ശിക്ഷണത്തിലുമൊക്കെ അവനെ നന്നാക്കിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം പേരൻസിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെയൊരു കൺസെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊരു സമ്മതം, മൗനസമ്മതം മനസ്സിലുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗുരുകുല വിദ്യാഭ്യാസം, അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഘടകം തന്നെയായിരുന്നു. ശിഷ്യനെ ശിക്ഷിച്ചും ഉപദേശിച്ചും ഒക്കെ നന്നാക്കിയെടുത്ത് ശിക്ഷണമൊക്കെ കൊടുത്ത് അവനെ ഒരു പൂർണ്ണ വ്യക്തിത്വമാക്കി എടുക്കുന്ന ഒരു രീതിയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ. ശരിയാണ്, ഗുരുകുല വിദ്യാഭ്യാസം വളരെ വരേണ്യർക്ക് മാത്രം ലഭ്യമായിരുന്നു, വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഇന്ത്യയിലെ അടിസ്ഥാന വ്യവസ്ഥിതി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ബ്രിട്ടീഷേഴ്സാണല്ലോ. അപ്പോൾ അവരുടെ ആ വീക്ഷണകോണെന്ന് പറയുന്നത് ബിബ്ലിക്കലായിട്ടുള്ള വീക്ഷണകോണായിരുന്നു. മക്കളെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കുമ്പോഴും, ഇന്ത്യയിലെ വിദ്യാഭ്യാസം മാത്രമല്ല നിയമവ്യവസ്ഥയൊക്കെ എടുത്താൽ തന്നെ എല്ലാം ബൈബിൾ അധിഷ്ഠിതമാണ്. അപ്പം ബൈബിളിലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതുപോലെ ഈ ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലും ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈബിളിലെ വീക്ഷണം അനുസരിച്ച് ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണം. അതായത് തെറ്റായിട്ടുള്ള പ്രവർത്തന രീതിക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് ആ ശിക്ഷിക്കുന്നതിന് മുമ്പേ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം, നിൻ്റെ തെറ്റെന്താണ്, എന്തുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ന്യായമായ ശിക്ഷയായിരിക്കുന്നത്, ഇതുകൊണ്ട് നിനക്ക് ലഭിക്കാൻ പോകുന്ന ഗുണം എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാലും അവനോട് പഴയതോ അതിൽ പരമായിട്ടുള്ള സ്നേഹവും ഉറപ്പാക്കി കൊടുക്കണം. അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ കുഞ്ഞിന് കോപം ഉണ്ടാകത്തില്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാകും. അപ്പം ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വികസിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട്
ഏത് മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രം ആഗ്രഹിച്ചല്ല ഒരു സ്കൂളിൽ വിടുന്നത്. മറിച്ച് ഈ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിലും ശിക്ഷണത്തിലുമൊക്കെ നല്ലതായ ഒരു വികാസം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മൗനസമ്മതമുണ്ട്, കുഞ്ഞിനെ ശിക്ഷിച്ചാണെങ്കിലും നേർവഴിക്ക് നയിക്കണമെന്ന്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിലെ ആശയം അനുസരിച്ച് തന്നെ അത് ന്യായമായിട്ടുള്ള ശിക്ഷയായിരിക്കണം, കടുത്ത ശിക്ഷയാകാനായിട്ട് പാടില്ല. നേരത്തെ വിശദീകരിച്ച് കൊടുക്കണം, കുഞ്ഞിനോട് സ്നേഹം കാണിക്കണം. ഇത് മാതാപിതാക്കൾക്കുള്ള നിഷ്കർഷയാണെങ്കിലും അധ്യാപകർക്കും ഇത് തന്നെ ബാധകമാണ്. അപ്പം കുഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രത്യേകിച്ച് അതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇനി ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പേരും ഇതിനെതിരാണ് പറയുന്നത്. എന്നാലും അങ്ങനെയല്ല എന്ന് പറയുന്ന അനേകർ ഉണ്ട്, ധാരാളം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡയാന ബോംറിൻസ് അവരൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലുള്ള ബിബ്ലിക്കലായിട്ടുള്ള പണിഷ്മെൻറ്റ് തീർച്ചയായിട്ടും നന്മയിലെത്തിക്കും എന്നാണ്. അതുപോലെ തന്നെ റോബർട്ട് ലാർസിയേറി എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനും വളരെ ശക്തമായിട്ട് ഈ ആശയം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹവും പറയുന്നത് ശിക്ഷണം അല്ലെങ്കിൽ ശാരീരിക ശിക്ഷണം അല്ലെങ്കിൽ കായിക ശിക്ഷണം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നേർവഴിക്ക് നടത്താനുള്ള ഒരു കമ്പോണൻ്റാണ്. ശരിയാ, ആധുനിക മാർഗ്ഗങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കണം. ഈ ആധുനിക മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള സൂചന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൽ തന്നെയുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം കായിക ശിക്ഷയ്ക്കും ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന അനേക മനഃശാസ്ത്രജ്ഞന്മാർ ഇന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് വിധത്തിൽ നോക്കിയാലും മാതാപിതാക്കൾക്ക് അധ്യാപകർ അവരെ ശിക്ഷിക്കുന്നത് ഒരു മൗനസമ്മതമുള്ള കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉപസംഹരിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ മെമ്മറി കൂട്ടാനല്ല ശിക്ഷ, പക്ഷേ അവരുടെ ബിഹേവിയർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. ഒന്ന്, അവർ അധികാര സ്ഥാനങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട്. രണ്ട്, തെറ്റ് ചെയ്താൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ പരിണിത ഫലമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല പൗരനായിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ രംഗങ്ങളിലെല്ലാം ശിക്ഷയ്ക്കൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും. അത് ഒന്നാമത്തെ കാര്യമായിട്ടിരിക്കുന്നില്ല, പക്ഷേ ശിക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാളെ നേർവഴിക്ക് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിൽ ഒരു ടൂള് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രതിഫലം നൽകിയും അതുപോലെ തന്നെ വരുത്തുന്ന നാശനഷ്ടം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നൽകിയും ഒക്കെ കുഞ്ഞിനെ തീർച്ചയായിട്ടും പരിഷ്കരണത്തിലേക്ക് നടത്താം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ശിക്ഷയ്ക്കും ഒരു പങ്ക് തന്നെയുണ്ട്. മാത്രമല്ല ഇത് ആധുനിക മനഃശാസ്ത്രം ഉപേക്ഷിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഇന്ന് ധാരാളമായിട്ട് കാണാനുണ്ട്. ഡിപ്രഷനും അതുപോലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കൂടുതൽ അധികരിച്ച് വരുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആധുനിക മനഃശാസ്ത്രത്തിലേക്ക് പോയതുകൊണ്ട് എല്ലാം നേരെയായി എന്നുള്ള വീക്ഷണം ശരിയല്ല. കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ അത് നയിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അനേക മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. എന്തായാലും വളരെ നന്ദി ജെയിംസ് സാറിൻ്റെ അല്പസമയം കൊണ്ട് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെയും ചരിത്രങ്ങളെയും നമുക്ക് വിവരിച്ചു തന്നതിന് താങ്ക് യു സാർ. ഒരു ഫാമിലിയോട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. എൻ്റെ കൂടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സുനിൽ സാറ്, അതുപോലെ തന്നെ ദിവ്യ മാം ആണ്. രണ്ട് മക്കളുണ്ട് അല്ലേ? അതെ, ഒരാൾ 9th സ്റ്റാൻഡേർഡിലും ഒരാൾ 7th സ്റ്റാൻഡേർഡിലും പഠിക്കും. ഓക്കെ, 9ലും 7ലും പഠിക്കുന്ന കുട്ടികളാണ്, ആൺകുട്ടികളാണ്. അതെ അതെ. ഈ രണ്ട് കുട്ടികളും സ്കൂളിലോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. വീട്ടിൽ വരുമ്പോൾ ഒരാൾ കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുകയാണ്, എന്നെ അധ്യാപകൻ അടിച്ചു, എൻ്റെ അധ്യാപകൻ എന്നെ അടിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് പോകുന്നത്? എന്താണ് കാര്യമെന്ന് ആദ്യം ചോദിക്കും. എന്തിനാണ് അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തതോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ടീച്ചർ ഇങ്ങനെ അടിച്ചു എന്ന് നമ്മളോട് പരാതി വന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യം, ടീച്ചർ അടിച്ചത് എന്തിനാന്നുള്ള വിഷയം വരും. അതിനോടൊപ്പം തന്നെ ടീച്ചർ അടിച്ചത് ശരിയാണോ എന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൂടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരാം. എൻ്റെ അഭിപ്രായത്തിലെന്ന് പറയുമ്പോൾ കുട്ടികളെ ടീച്ചർ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം
തിരുത്തുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് അടിക്കുന്നത്. അത് കുട്ടിയെ മാനസികമായി തളർത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നതിനോ അവരെ തരം താഴ്ത്തി കാണിക്കുന്നതിനോ വേണ്ടിയിട്ട് ഉള്ള ഒരു ശിക്ഷയാണെങ്കിൽ അത് പാടില്ല. പക്ഷെ അവരെ കുട്ടിയെ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, നല്ലതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ശിക്ഷ കൊടുക്കുന്നത് ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ലതാണ്. അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ക്രൂരമായി അവരെ അടിച്ച് ദേഹത്ത് മുറിവ് പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷയാണെങ്കിൽ അത് നല്ലതല്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ധാരാളം അടിയൊക്കെ കിട്ടിയാണ് വളർന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നിങ്ങനെ ശിക്ഷിക്കാതെ വരുന്നതിനേക്കാളും തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും മാം പറഞ്ഞ ഉത്തരം വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നു. അതിന് കൂടെ മറ്റൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, അതായത് ഈ നമ്മുടെയൊക്കെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്തെ ശിക്ഷണ രീതികൾ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അതല്പം വിചിത്രമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാം. ശരി തന്നെയാണ്, വിചിത്രമായ രീതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളെ ഇങ്ങനെ കായികമായി പീഡിപ്പിക്കുന്നത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും. കായികമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ന്യായമായ നിലയിൽ കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു പഠിപ്പിക്കാൻ വിടുമ്പോൾ ഇതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം അധ്യാപകർ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ അഭ്യുദയകാംക്ഷികൾ തന്നെയാണ്. അതാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളും മനസ്സിലാക്കുന്നത്. അപ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ പഠന കാര്യങ്ങളിൽ അവർ മെച്ചപ്പെടുന്നതിന് വേണ്ടിയും അവരെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുന്നത് തെറ്റല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ അധ്യാപകർ ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടയോ, എങ്ങനെ ശിക്ഷിക്കണം എങ്ങനെ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വല്ലാതെ കുഴപ്പത്തിലാകുന്ന സന്ദർഭങ്ങളുണ്ട്. അതെ 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 അവർ നിസ്സഹായരായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് പ്രതികരണം മോശമായ രീതിയിൽ അധ്യാപകർക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ തല്ലുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുക എന്നുള്ള അവരുടെ ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. അതേസമയം അവരെ മുറിപ്പെടുത്തുക, ക്രൂരമായ രീതിയിലുള്ള രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന രീതികൾ ഒരിക്കലും അഭികാമ്യമല്ല എന്നുള്ളതാണ്. ചില പാരന്റ്സ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും മൂഡിലായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും അത് വന്ന് ചിലപ്പം ഈ കുട്ടികളുടെ പുറത്തായിരിക്കും തീർക്കുന്നത്. അതൊക്കെ നമുക്കൊരിക്കലും അതെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില അധ്യാപകരുണ്ട്. അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളോ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുട്ടികൾക്ക് അറിയത്തില്ല എന്തിനാണ് അടി കിട്ടിയെന്ന്. ചില അധ്യാപകരിൽ നിന്ന് അങ്ങനെ ശ്രദ്ധയിൽപ്പെടാം. ചില പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളെ ടീച്ചേഴ്സ് ശിക്ഷിക്കും. ചിലപ്പോൾ വലിയ കുറ്റമായിരിക്കും, ചെറിയ കുറ്റമായിരിക്കും. എന്തായാലും പാരൻസിനെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ടീച്ചേഴ്സിനുണ്ട്. അത് പാരൻസിനെ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതും പാരൻസിനെ അറിയിക്കുക, ഓക്കെ ശിക്ഷ കൊടുത്തു, അതും ചെയ്യാം. പിന്നെ കുട്ടിക്ക് ബോധ്യമാണോ എന്നെ എന്തിനാണ് ശിക്ഷിച്ചത് എന്ന്. തീർച്ചയായിട്ടും അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിക്ക് ബോധ്യം വരണം എന്തിനാണ് ശിക്ഷിച്ചത്, അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതെനിക്ക് ഗുണകരമായിട്ട് ആണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ വെറുതെ തൂക്കിയെടുത്തിട്ട് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്തരത്തിൽ ഉള്ള ഒരു ഇന്ന് നമ്മുടെ വാർത്തകളിലൊക്കെ കാണുന്നത് ചെറിയതായിട്ട് ടീച്ചേഴ്സ് വലിയ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പോലും അതൊരു വലിയൊരു സംസാര വിഷയമാക്കി അതിൽ മറ്റുള്ളവരെ ഇടപെട്ട് അങ്ങ് വഷളാക്കി കളയും. സമ്മർദ്ദത്തിലാവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനും പാടില്ല. അതുകൊണ്ടാണ് കുട്ടിയും പാരൻസും മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഈ ശിക്ഷ കൊടുത്തത് എന്നുള്ളത്. മാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. അതായത് ഈ കുട്ടികളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായി മാതാപിതാക്കന്മാരെ അറിയിച്ചിരിക്കുക എന്നുള്ളത്. ഇന്ന വിഷയത്തിന് ഇന്ന് ഞാൻ മോനെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിന് ഇങ്ങനെ ഞാൻ ഒരു ചെറിയൊരു ഡിസിപ്ലിൻ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് കുട്ടി മാതാപിതാക്കന്മാരെ അറിയിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ചില കുട്ടികൾ വീട്ടിൽ വന്ന് കള്ളം പറയും. ചെറിയ കാര്യമായിരിക്കും ചെയ്തു, പക്ഷെ എന്റെ ടീച്ചർ ഭയങ്കരമായിട്ട് അങ്ങനെ കള്ളം പറയുന്ന
സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതുപോലെ പാരൻസ് അതിനൊപ്പം നിൽക്കണം. കാരണം നമ്മുടെ കുട്ടി എന്താണെന്നൊന്ന് പാരൻസിന് എന്തായാലും നല്ലവണ്ണം അറിയാം. നല്ലവണ്ണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ടീച്ചേഴ്സിനെതിരെ പ്രതികരിക്കുന്നതിനേക്കാളപ്പുറം നമ്മളെ കുട്ടി എന്താണെന്ന് മനസ്സിലാക്കി ന്യായമായതിന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനോ അങ്ങനെ ശ്രമിക്കാവുന്നതാണ്. മാത്രമല്ല അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെ അമിതമായ ശിക്ഷ രീതികൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ശിക്ഷിച്ചതെന്ന് കുട്ടിക്ക് ബോധ്യമില്ലാതിരിക്കുമ്പോൾ ഈ അധ്യാപകരെ കുട്ടി വെറുക്കാനുള്ള ഒരു തീർച്ചയായും ആ അധ്യാപകരെ വെറുക്കുന്നു, അതിലൂടെ അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയത്തെ വെറുക്കുന്നു. അത് സ്കൂളിൽ പോലും പോകാൻ തീർച്ചയായിട്ടും സ്കൂളിൽ വരെ ചിലപ്പോൾ വെറുക്കുന്നതായ സാഹചര്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അധ്യാപകരുടെ ആത്മവീര്യം ചോർന്നു പോകാതെ അതെ, അവര് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന് മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഈ നിലയിൽ കൊടുക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. അപ്പോൾ തന്നെ ആക്രമണ രീതിയിലുള്ള ഒരു ഇതും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുട്ടിയുടെ വരാനും പാടില്ല എന്നുള്ളത് വളരെ നല്ലൊരു പോയിന്റാണ് ഈ ചർച്ചയിൽ നമുക്ക് ബഹുമാനപ്പെട്ട സുനിൽ സാറിൽ നിന്നും ദിവ്യ മാമിൽ നിന്നും മനസ്സിലായത്. എന്തായാലും വളരെ നന്ദി, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിൽ. മാതാപിതാക്കന്മാർക്ക് ഇതൊരു നല്ല ആശയമാണ് ബഹുമാനപ്പെട്ട ഈ കുടുംബം പറഞ്ഞത്. അതുപോലെ തന്നെ അധ്യാപകരും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ നാം കേട്ടത്. ഈ അധ്യാപകരും മാതാപിതാക്കന്മാരും തമ്മിൽ എപ്പോഴും നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മിക്കവാറും ഈ അധ്യാപകരും മാതാപിതാക്കന്മാരും തമ്മിൽ കാണുന്നത് തന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഈ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാക്കുമ്പോൾ മാത്രമായിരിക്കാം. അപ്പൊ എനിക്കൊന്ന് ഈ മാതാപിതാക്കന്മാര് ഇടയ്ക്കിടയ്ക്കൊക്കെ സ്കൂളിൽ പോയി കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് നല്ലതായിരിക്കും അല്ലേ? ഈ ശിക്ഷയുടെ ഒരു ആക്കം അല്ലെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് ചില കുട്ടികളെ അത് അവരുടെ ഭാവിക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നതുമായി മാറാം. ചിലപ്പോൾ ചില ശിക്ഷകൾ അവിടെ തളർത്തുന്നതുമായി മാറാം. അപ്പം എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആശയങ്ങളാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് നൽകിയതിന് വളരെ നന്ദി. താങ്ക് യു. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലേക്ക് മറ്റൊരു അതിഥി കൂടെയുണ്ട്, ബഹുമാനപ്പെട്ട ഗ്യാബി ജെയിംസ്. അദ്ദേഹം സ്കൂളിലെ അധ്യാപകനാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് ഇടപെടേണ്ടി വരുന്നത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് കാണുമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ അത് അധ്യാപകർക്ക് ഒരു ആശ്വാസമായെന്ന് തോന്നുന്നു അല്ലേ? ഒരു വ്യക്തി പറഞ്ഞ ഒരു ആശ്വാസമാണ്. കാരണം ഇന്നത്തെ പിള്ളേരും ഈ നിയമങ്ങളെക്കുറിച്ച് നന്നായിട്ട് അവർക്കെല്ലാം അറിയാം. അവർക്ക് നല്ല അവയർനെസ് ഉണ്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. അപ്പോൾ പ്രിയ സാറിനോടുള്ള ചോദ്യം, ഈ കുട്ടികളെ നമ്മൾ ചൂരലുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ആത്മബന്ധം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ചില സമയങ്ങളിൽ അത് വേണമെങ്കിൽ തകർന്നു പോകുന്ന അവസ്ഥകൾ വരാം. ചില സമയങ്ങളിൽ അത് അവരെ അവരെ നന്നായിട്ട് ബെറ്ററായിട്ട് അവരുടെ ലൈഫ് മാറാനും സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണോ അവരോട് ഇടപെടുന്നതെന്ന് അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കും, അവർ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ അവർ നമ്മളെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്, അവർ നമ്മളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസിനെ നോക്കിയാലും ഓരോ പിള്ളേരെ നോക്കിയാലും അവർക്ക് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. അത് നമുക്ക് ചില സമയങ്ങളിൽ അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം, അല്ലെങ്കിൽ അവരുടെ നമ്മളോടുള്ള മനോഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അവർ നമ്മുടെ മൂഡ് ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വീട്ടിലെ ഒരു പ്രശ്നം, നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഓഫീസിലെ പൊളിറ്റിക്സ് ആവാം. ഇപ്പം നമ്മളെ കുറേ ഉത്തരവാദിത്വം, ഇപ്പം ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുടെ പ്രശ്നം സ്റ്റാഫ് കുറവാണ്. അപ്പം ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പം ഓവർലി കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ കാരണം അവർ സ്ട്രെസ്ഡാണ്. അപ്പം ആ സ്ട്രെസ്സിൽ നമ്മൾ അവരുടെ മേലിൽ ചെയ്യുമ്പം അത് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പക്ഷേ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചും അങ്ങനെയാണോ നമ്മൾ ശിക്ഷിക്കുന്നതെന്ന് നോക്കും. പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പിള്ളേർ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇപ്പം ഒരാൾ ഡിസിപ്ലിൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് മൊത്തം ബാധിക്കും. നമുക്കൊരിക്കലും ആ ക്ലാസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മളിപ്പം ഓവറായിട്ട് ഡിസിപ്ലിൻ ചെയ്ത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ മനസ്സറിയാതെ
നമ്മൾ ആവശ്യമില്ലാതെ അവർ ഡിസിപ്ലിൻ ചെയ്യുവാണെങ്കിൽ അതും അവരെ ബാധിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഈ നമ്മൾ പല പിള്ളേരും എഞ്ചിനീയറിംഗ് എടുക്കുന്ന പിള്ളേരുണ്ട്, ചിലർ എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് പറയാറുണ്ട്. അപ്പം അവരോട് നമ്മൾ കൂടുതൽ ചോദിച്ചു വരുമ്പോൾ അവർ പറയും മാത്സിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും, മാത്സ് എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്കൊരു ടീച്ചർ കണ്ടിരിക്കും, അവരുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാത്സ് ടീച്ചർ കണ്ടിരിക്കും. ആ ടീച്ചറിനോടുള്ള ദേഷ്യം പിന്നെ ആ സബ്ജക്റ്റിനോട് ആ ദേഷ്യമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ പല സബ്ജക്റ്റിനും വരാം. ഇപ്പം മാത്സിന് ഞാൻ പലപ്പം എനിക്കറിയാവുന്ന ഒരാളുടെ സംഭവത്തിലില്ല, പുള്ളിക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റും പഠിക്കാൻ താല്പര്യമില്ല. ആ കൊച്ചിലെ ഉണ്ടായ ഒരു ട്രോമ പോലത്തെ ആ ടീച്ചറിനോടുള്ള ദേഷ്യം ആ സബ്ജക്റ്റിനോടുള്ള ദേഷ്യമായി മാറി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പിള്ളേരെ ഏത് വിധത്തിൽ ശിക്ഷിക്കുമ്പോഴും നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെന്നുള്ള രീതിയിലും. അതുപോലെ തന്നെ ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനിങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ സാധാരണ അവന് വളരെ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാണ്. പക്ഷെ അന്ന് പെട്ടെന്ന് അവനോട് റിയാക്ട് ചെയ്തു. ഞാനപ്പം അവൻ ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നെ ശ്രദ്ധിച്ചിരിക്കുക, നീ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞിരിക്കില്ലേ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഞാനാ തീരുമാനിക്കുന്നത് എങ്ങനെ ഇരിക്കണമെന്ന്. പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഷോക്കായി പോയി. പെട്ടെന്ന് അവനിങ്ങനെ പറഞ്ഞു, നമ്മളങ്ങനെ അധ്യാപകരോട് സംസാരിച്ചിട്ടില്ല. അപ്പം ഈ കാര്യം ഞാൻ മേളിലുള്ള ടീച്ചർമാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ക്ലാസ് ടീച്ചറെടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്ന് സംസാരിച്ചു വന്നപ്പം ഇവന് വലിയൊരു ട്രോമയിൽ കൂടെ പോയതാണ്. ഇവൻ്റെ ഫാമിലി ഇഷ്യൂ കാരണം ഇവനെ കൊല്ലാൻ വരെ പിടിച്ച് അങ്ങനെ വലിയ ഇഷ്യൂസോട് പോയ പിള്ളേരാണ്. അപ്പം നമ്മളെപ്പോഴും അവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കണം. അവരെ ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊരു റിസർവേഷൻ നമ്മുടെ ഉള്ളിൽ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അധ്യാപകരോടുള്ള പിണക്കമോ വൈരാഗ്യമോ ആയിരിക്കത്തില്ല, ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും. അത് തന്നെ. അപ്പം പിള്ളേരുടെ ഇടയിലുള്ള ഫാമിലി ഇഷ്യൂസും അവരുടെ ബിഹേവിയറിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നമനം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ നല്ലതാവണം എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ നമ്മളും ബുദ്ധിയുള്ളവരായിരിക്കണം. നമ്മളുടെ കാലത്തല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരു വാക്ക് തന്നെ ഇൻസൾട്ട് ആവാൻ മാറാം. നമ്മുടെ അന്ന് കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും പറയാൻ നമുക്ക് അത്രയും വേദിക്കണമെന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാക്ക് പോലും പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അന്ന് ഇങ്ങനത്തെ ഒരു കാലമാണ് ഇന്നത്തെ. അപ്പം നമ്മളും കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് അവരുടെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കി അവരെ എന്തിലൂടെയാണ് പോകുന്നത്, പിന്നെ അവരെ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നേരിൻ്റെ പാതയിലോട്ട് നയിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്തായാലും കുട്ടികളുടെ ഈ സ്വഭാവ രൂപീകരണത്തിന് ഈ ഒരു ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പിന്നെ എനിക്ക് ഓർമ്മയിലോട്ട് വരുന്നത്, ഞാൻ 5 തൊട്ട് 9ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 5 തൊട്ട് 7 പിള്ളേർ, അവരെ നമുക്ക് ക്ലാസ്സിൽ ചെന്നാലും നമുക്ക് പഠിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവർ നമ്മളെ കേൾക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യം, നല്ല സാഹചര്യം, അവർ നമ്മളെ കേട്ടിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് അവർക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അവർ എഴുതിയെടുക്കും, എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അവർ ക്ലാസ് എടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല. അവർ ഉച്ച കഴിഞ്ഞ് പറയും ക്ലാസ് വേണ്ടാന്ന് പറയും. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഡോളസൻ്റെതായ ഒരു ചേഞ്ചും വരുന്നുണ്ട്. അപ്പം നമ്മൾ അതും മനസ്സിൽ കണ്ട് അതിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അധ്യാപനം തന്നെ ഒരു കലയാണ്. അവരെ ശരിയായി മനസ്സിലാക്കി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മൂഡ് അനുസരിച്ച് ക്ലാസ്സുകൾക്ക് മാറ്റങ്ങൾ വരുത്തുക. അല്ലാതെ ഈ ചുവരിലും വടിയും കൊണ്ട് കുട്ടികളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി. അത് നമുക്ക് ആവശ്യം വരും, ചില സമയത്ത് ചില കാര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ആവശ്യം വരാം. പക്ഷെ അതല്ല നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട. അങ്ങനെ അടിച്ചു ഒതുക്കാൻ ഇതിൽ ലോക്കപ്പില് ഈ പോലീസ് മുറ ചെയ്ത് നമുക്ക് പിള്ളേരെ ഒരിക്കലും നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ പറ്റില്ല. നമുക്ക് അതിനും വേണ്ടത് ആത്മാർത്ഥമായ അവരോടുള്ള സ്നേഹം മാത്രമല്ല, ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അവരെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചിന്തിക്കുക, ഇന്നോവേറ്റീവായിട്ട് അവരുടെ ശ്രദ്ധ എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നേക്കാളും കൂടെ ലെക്ചർ രീതി മാറിയിട്ട് കുറേ ഗെയിംസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റോട് ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇത്. പിന്നെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ അവരോട് സംസാരിക്കുന്നത് നല്ലതാണ്. ചില പിള്ളേർ ഭയങ്കര ആഗ്രഹമുണ്ട്, ചില പിള്ളേർ അവർ മാറി നിൽക്കുമെങ്കിലും നമ്മൾ അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് എന്താ വിശേഷമെന്നും എന്താ പഠിത്തം എങ്ങനെ പോകുന്നെന്നും. ചില പിള്ളേർ ഓപ്പണപ്പ് ആവും, എല്ലാവരും ഓപ്പണപ്പ് ആവുന്നതല്ല, പക്ഷെ അവരോട് നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വളരെ നല്ല ആശയങ്ങളാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഗ്യാബി സാറിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അവരോട് സംസാരിച്ച് അവരെ ഒരു ശരിയായ ഡിസിപ്ലിനിലോട്ട് കൊണ്ടുവരിക. പണിഷ്മെൻറ്റിനേക്കാളും ഡിസിപ്ലിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ അധ്യാപകർ ഒരിക്കലും നിങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ നിങ്ങളെ വെറുപ്പിക്കുന്ന നിങ്ങളോട് ദേഷ്യമുള്ളവരായിട്ട് നിങ്ങൾ കാണരുത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും അധ്യാപകരുടെ ആ ഒരു സ്ട്രെസ്സും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കും വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണോ. ഇപ്പം സ്റ്റാഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും വരും, പല ക്ലബ്ബുകളുടെ ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് അവർക്കും സ്ട്രെസ്ഡ് ആണ്, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ചെറിയ ആ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ക്ലാസ്സിൽ വന്ന് അധ്യാപകനെ പഠിപ്പിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് മാതാപിതാക്കന്മാരും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നല്ലൊരു ആശയമാണ് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞത്. നമുക്കെന്തായാലും ഇത്രയും സമയം നമ്മുടെ ഈ വിഷയത്തിൽ കൂടെ നിന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്ത പ്രിയ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ സാഹചര്യത്തിൽ നമ്മോടൊത്ത് ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട IG സ്പർജൻ കുമാർ IPS ആണ്. അദ്ദേഹം സൗത്ത് സോണിൻ്റെ IG ആയിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. സർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കോടതിയിൽ വന്ന വിധിയുമായിട്ട് ബന്ധപ്പെട്ട് BNS സെഷൻ 118 ഭാഗം 1 പ്രകാരം ചൂരൽ ഒരു മാരകായുധമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള തിരുത്തലുകൾ കുറ്റകരമല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ പോലീസ് ഇത്തരം കേസുകളിൽ കുറ്റകരമായ ഉദ്ദേശം എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഈ BNS 118 1 സെക്ഷൻ അനുബന്ധിച്ചുള്ള ഒരു കേസാണ് അതിലുള്ളത്. സാധാരണ ഒരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട സമയത്ത് ആ കേസ് അതിലുള്ള സാധാരണ നാലഡ്ജ് ഉണ്ടോ, അതിൽ വിക്ടിം ആരാണ്, അതിലുള്ള എക്യൂസ്ഡ് ആരാണ്, അങ്ങനെ 2 വിഭാഗങ്ങളുണ്ടാവും. ആ വിക്ടിം ആണെങ്കിൽ വിക്ടിം എന്ത് സാഹചര്യത്തിലാണ് ഈ ശിക്ഷ വരാൻ ആവശ്യം ഉള്ളത്, ആ ഉദ്ദേശമുണ്ടോ, ആ എക്യൂസ്ഡിക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള നാലഡ്ജ് ഉണ്ടോ, അത് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അത് നമ്മൾ ഒരു എവിഡൻസസിന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അടുത്ത ആ സാഹചര്യങ്ങളെല്ലാം അന്വേഷണം നടത്തിയ ശേഷം നമ്മൾ ചാർജ് ഷീറ്റ് കോർട്ടിൽ കൊടുക്കും. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇതൊരു നിലനിൽക്കാത്ത കേസായിട്ട് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം? ഈ സാധാരണ ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞതനുസരിച്ച് ഓരോരോ കേസ് ഒരു കേസ് ബൈ കേസാണ് നോക്കണമെന്നാണ് പറയുന്നത്. ജനറലൈസ്ഡ് ഉള്ള ഒരു ഇഷ്യൂ അല്ല. കേസ് ബൈ കേസ് നോക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ കേസിൽ ഇത് ടീച്ചറുടെ ഉദ്ദേശം എന്താണ്, പ്ലസ് ഉപയോഗിച്ച സാധനം അത് സീരിയസ് ക്രൈം ചെയ്യാനുള്ള, സീരിയസ് വോളണ്ടറിലി ഹർട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആണോ, വെപ്പനാണോ, അത് നിരീക്ഷിക്കുന്ന സമയത്ത്, അനലൈസ് ചെയ്യുന്ന സമയത്ത് ചൂരൽ അത്ര വലിയ ഇഞ്ചുറി ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. അങ്ങനെ കോടതി ചെക്ക് ചെയ്യുകയും പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലോ അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസസ് ഇല്ലാത്തത് കൊണ്ട് ഈ പർട്ടിക്കുലർ കേസിൽ അങ്ങനെയാണ് കോടതി നിരീക്ഷിക്കാൻ ഇടയായത്. അപ്പോൾ ഈ ശിക്ഷാർഹമല്ലാത്ത ഈ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ ഇങ്ങനെ നിരന്തരം കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു. ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളനുസരിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ അതിൻ്റെ അന്വേഷണം നടത്താൻ ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ചും എവിഡൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റൂ. ഇല്ല ആണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അധ്യാപകർ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ? അധ്യാപകർക്ക് കുറേ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ടിലനുബന്ധിച്ച് ദേ ഹാവ് ഗിവൻ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അത് കുറേ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ ഉദ്ദേശം
മെയിൻ ഉദ്ദേശം ഇറ്റ്സ് ലൈക്ക് റിലേഷൻ ബിറ്റ്വീൻ ഗുരു ആൻഡ് ശിഷ്യനാണ്. ഗുരു ശിഷ്യനുക്കുള്ള റിലേഷൻസിൽ നല്ല റിലേഷൻസ് ദീസ് ആൾ ഡിപ്പെൻഡ്സ് അതെല്ലാം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ ഇങ്ങനെ പോലെ കയറി ഇറങ്ങാനോ ഉള്ള ആവശ്യം വരുന്നില്ല. ഓക്കെ ഓക്കെ, നല്ല ഒരു ചിന്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് പണ്ട് ഈ കുട്ടികളെ ചെവിക്ക് പിടിക്കുക, ഡെസ്കിന്റെ പുറത്ത് കയറ്റി നിർത്തുക, അപ്പോൾ അതെല്ലാം ഇപ്പോൾ എല്ലാം പാടില്ല പറഞ്ഞിട്ടാണ് ഗൈഡ്ലൈൻസ് കൊടുക്കുന്നത്. കിക്കിങ്, ഷേമിങ് ആൻഡ് ഈവൻ കൂടുതൽ സമയം നിർത്തുന്നത്, ക്ലാസ്സിന് പുറത്ത് മെൻ്റലി ഫിസിക്കലി ഹെറാസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പോലെ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രീതിയിലാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറേണ്ടതുള്ള ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ അവർ റിലേഷൻസ് ആണ് മെയിൻ. അതെ, അപ്പോൾ എന്തായാലും വളരെ നല്ല ചില ആശയങ്ങളാണ് നിയമപരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അധ്യാപകർക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ എനിക്കൊന്ന് മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഇത് പേരൻസിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എല്ലാവർക്കും. ഇത് JJ ആക്ട് അങ്ങനെ ഒരു നിയമമുണ്ട്. JJ ആക്ട് അനുസരിച്ച് JJ ആക്ട് 75 സെക്ഷൻ അനുസരിച്ച് ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കസ്റ്റോഡിയൻസ് ആണ്. വീട്ടിലുള്ള സമയത്ത് പേരൻസ് ആണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്ന സമയത്ത് ടീച്ചർമാരാണ് പിള്ളേരുടെ ഗാർഡിയൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗാർഡിയൻസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ, പ്രൊവൈഡിങ് സെക്യൂരിറ്റി, അങ്ങനെയുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ട് ഈ രണ്ട് നിയമങ്ങൾ ബോത്ത് BNS 1181 പിന്നെ 75 സെക്ഷൻ ഓഫ് JJ ആക്ട് രണ്ട് കമ്പൈൻഡ് ആയിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ ക്ലാസ് എടുക്കുന്നതിന് തടസ്സമായ രീതിയിലുള്ള ബിഹേവിയറുകളിൽ വരുത്തരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വളരെ തിരക്കുള്ള ഈ സാഹചര്യത്തിലും ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം ഇതിനു വേണ്ടി തന്നതിന് വളരെ നന്ദി. താങ്ക് യു. വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണ് നാം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിസമാപ്തി എന്നോണം ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് ഫീൽഡിൽ പ്രത്യേകിച്ചും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന എനിക്ക് അധ്യാപകരെ ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പല അധ്യാപകരും പറയാറുള്ള ഒരു കാര്യം, ഈ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കുട്ടികൾ വളരെ കൂടുതൽ ബഹളം കാണിക്കുന്നു, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവരോട് ചിലപ്പോൾ ഒന്ന് കണ്ണുരുട്ടി കാണിക്കുകയോ ഒന്ന് ദേഷ്യത്തിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അറിയുകയും വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് തന്നെ അധ്യാപകരെ ആക്രോശിക്കുകയും ബഹളമുണ്ടാക്കുകയും മോശമായ വാക്കുകൾ പറയുകയും ചെയ്യുന്നതിലൂടെ അവരുടെ വീര്യം ചോർന്നു പോകുന്നു. കുട്ടികളെ പിന്നെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി പല സ്ഥലങ്ങളിലും കാണാറുള്ളതാണ്. അധ്യാപകരോട് ഒരു വാക്ക് പറയട്ടെ, അധ്യാപകരെ നമ്മുടെ കുട്ടികൾ എന്നുള്ളത് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഡിസിപ്ലിനോടുകൂടെ തന്നെ വളർത്തപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാതാപിതാക്കന്മാരെ നമ്മുടെ മക്കളെ കലാലയത്തിൽ വിടുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അവരുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായിട്ടുള്ള എല്ലാ മേഖലകളും വികസിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ക്ഷമയോടെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ വികാരം ആരോഗ്യകരമായി പ്രകടിപ്പിക്കണം, ഇങ്ങനെയുള്ള അനേക ആശയങ്ങൾ നമ്മുടെ കുട്ടികളും കലാലയങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ കൺസേൺ, ചില അധ്യാപകർ വളരെ മോശമായ രീതിയിൽ കുട്ടികളോട് ഇടപെടുന്നു, അധ്യാപകർ മനസ്സിൽ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടികളോട് ഇടപെടുന്ന സാഹചര്യങ്ങൾ അപൂർവമായി ചിലയിടത്തൊക്കെ കണ്ടുവരാറുണ്ട്. ഇവിടെയാണ് ആരോഗ്യകരമായ ശിക്ഷണ രീതിയുടെ ആ ഒരു അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്ന, ഞാനൊരു ബൈബിൾ പഠിതാവായതുകൊണ്ട് തന്നെ ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആദ്യം അവരോട് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. ഈ ശിക്ഷണം എന്ന് പറഞ്ഞാൽ ചാടിക്കയറി വടിയും തടിയും എടുത്ത് അടിക്കുക എന്നുള്ളത് ആണ് എന്ന തെറ്റിദ്ധാരണ ആദ്യമേ തന്നെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പാറ്റേൺ ഉണ്ട്. അത് ബൈബിൾ പറയുന്ന ഈ പാറ്റേൺ തീർച്ചയായിട്ടും എല്ലാവർക്കും ബാധകമായ രീതിയിൽ, എല്ലാവർക്കും യോജിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഒന്നാമത് ശിക്ഷണത്തിൻ്റെ ഒന്നാമത്തെ പടി എന്നുള്ളത്, അതായത് ഡിസിപ്ലിൻ്റെ ഒന്നാമത്തെ പടി എന്താണ് കാര്യമെന്ന് ക്ലിയറായി പറഞ്ഞു കൊടുക്കുക. വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അല്പം കർശനമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്.
ഇസ്രായേൽ ജനങ്ങൾക്ക് ആദ്യം നിയമങ്ങൾ നൽകി, അവരത് ലംഘിച്ചപ്പോൾ കർശനമായ രീതിയിൽ പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും കർശനമായ രീതിയിൽ അവരോട് സംസാരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പാറ്റേൺ എന്നുള്ളത് ആദ്യം പറഞ്ഞു, പിന്നെ കർശനമായി പറഞ്ഞു. മൂന്നാമത്തെ പാറ്റേൺ എന്നുള്ളത് റീഇൻഫോഴ്സ്മെൻറ്റ് പിൻവലിക്കുക, അതായത് ഇവർക്ക് നൽകാമെന്ന് പറയുന്ന പ്രതിഫലങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കായിരുന്നാലും ആ രീതിയിൽ പ്രതിഫലങ്ങൾ പിൻവലിക്കുന്നതിലൂടെ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇന്ന കാര്യം തരാമെന്ന് പറഞ്ഞ് തരാത്തത്, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ വിടാത്തത്. ഇതാണ് മൂന്നാമത്തെ പാറ്റേൺ എന്നുള്ളത്. നാലാമത്തെ പാറ്റേൺ ആണ് ഇവരുടെ കൃഷി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ കൃഷി, ഇവരുടെ ഫലങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾ വന്ന് എടുത്തുകൊണ്ടുപോകാൻ ദൈവം അനുവദിക്കുന്ന ഒരു നാലാമത്തെ പാറ്റേൺ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതാണ് ശിക്ഷണത്തിൻ്റെ മറ്റൊരു പടിയെന്നുള്ളത്. അവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ, ലഭ്യമാകേണ്ട പലതും അവരിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെയാണ് പിന്നെ ആ രാജ്യങ്ങൾ ഇവരെ ആക്രമിക്കാൻ വരുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ച കഥകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെല്ലാം ഇസ്രായേലിൻ്റെ പാപങ്ങളുണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ പടി എന്നുള്ളത് പിന്നെ ദൈവം ഒരു ദീർഘകാലത്തേക്ക് ഇസ്രായേൽ ജനങ്ങളോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, 2 കർശനമായി പറയുക, 3 അവർക്കുള്ള ചിലത് പിൻവലിക്കുക, 4 അവരെ ചൂരൽ കൊണ്ട് തന്നെ ചെറിയ തോതിൽ ശിക്ഷിക്കുക. അപ്പോൾ വടി, തടി, ബെൽറ്റ് അല്ലെങ്കിൽ ഇരുമ്പിൻ കഷ്ണം ഇതൊക്കെ എടുത്ത് കുട്ടികളെ ആക്രമിക്കുന്ന തലത്തിലോട്ടേ അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ചെറിയൊരു ചൂരൽ, അത് വർഷത്തിൽ 1 or 2 പ്രാവശ്യമേ ഈ പാറ്റേണിലാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ വലിയ അപകടകരമായ കാര്യമല്ല. കുട്ടിയെ മാരകമായ രീതിയിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ ദോഷദൃഷ്ടിയോടുകൂടെ കുട്ടിയെ ഒരു ക്രിമിനൽ രീതിയിൽ കുട്ടിയെ ആക്രമിക്കുന്ന ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനായിട്ട് ഈ ഒരു പാറ്റേൺ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ വരേണ്ടത് സ്നേഹം പൊതിഞ്ഞുള്ള ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. എത്ര അധ്യാപകരാണ് കുട്ടികളെ സ്നേഹത്തോടുകൂടെ ശിക്ഷിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു രീതിയാകട്ടെ. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് സ്വാഗതാർഹം തന്നെയാണ്. അപ്പോൾ തന്നെ അധ്യാപകർക്ക് ഇതൊരു ആശ്വാസവുമാണ്. എന്നാൽ മാതാപിതാക്കന്മാർ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കുട്ടികൾ അകാരണമായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും നിയമോപദേശങ്ങൾ തേടാവുന്നതാണ്. നിയമങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള സമകാലികമായ വിഷയങ്ങൾ വീണ്ടും കേൾക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഏത് അഭിപ്രായവും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിച്ചിരുന്നതിന് നന്ദി.